നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എല്ലാം കൂടി കണ്ടും കേട്ടും അവളാകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ണിക്കുട്ട. അതാ പെട്ടെന്ന് അമ്മയെ കാണുന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാ ഈ പാവം പെൺകുട്ടി സഹിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പോലും അതിശയാ. നീ അല്പനേരം സംസാരിക്കേ, ഞാൻ താഴെ നിന്റെ കാറിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യാം. ശ്രീ ജാനോട് എന്തോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന നില കാണുന്നു. അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ജാൻ. തന്നെ മാത്രം എന്തോന്ന് തന്നെ നേർക്ക് വിരൽ ചൂണ്ടുന്ന പോലൊരു നോട്ടം അവന്റെ കണ്ണുകളിൽ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു പോയി. അവന് നെഞ്ചിൽ മുഖം ചേർത്ത് കണ്ണുകൾ പൂട്ടുമ്പോൾ കാർമേഘം ഉരുണ്ടുകൂടിയ മനസ്സിൽ ഒരു പേമാരി തടഞ്ഞു നിർത്തി അവൾ. എന്നിട്ടും ചെറിയൊരു ചാറ്റിൽ മഴ കൺപീലികൾ നനയ്ക്കുമ്പോൾ അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. എന്നെ വെറുക്കലേ ഉണ്ണിയേട്ടാ, സഹിക്കാനാവുന്നില്ല എനിക്ക്. ഞാൻ ഒറ്റക്കായി പോവും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവളെ കണ്ണിലേക്ക് നോക്കിയവൻ. ലുക്ക് അറ്റ് മീ നില. എന്നിൽ നിന്ന് നിനക്കിനി ഒരു മോചനമില്ല നില. അതിനെ ഞാൻ മരിക്കണം, മനസ്സിലായോ? അരുതേ എന്ന പോലെ അവന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ശാസനയോടെ സൂക്ഷിച്ചൊന്ന് നോക്കിയവൾ. അന്നേരം ചെറു ചിരിയോടെ നിന്നവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നു. സോറി, എൻ്റെ ഒപ്പം നിൽക്കേണ്ടവളല്ലേ നീ? പ്രോമിസ് ചെയ്ത് തന്നല്ലേ നീ എനിക്ക്? അപ്പോ ആ നീ തന്നെ എന്നെ കേൾക്കാതെ പെട്ടെന്ന് അവർക്കൊപ്പം ചേർന്നപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് വല്ലാതെ ഹേർട്ടായിരുന്നില്ല. അതാ ഞാൻ ദേഷ്യപ്പെട്ടത്. ഒന്നും വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നില. വൈ അൺനെസസറി കോൺവെർസേഷൻ? എന്നിട്ടെന്തായി? മാരേജ് അവർ ഫിക്സ് ചെയ്ത പോലെ ആയില്ലേ? അതിനൊപ്പം നീയും കൂടി. നമ്മുടെ മാരേജ് തീരുമാനിച്ചത് ഞാനാ. നിനക്ക് പോലും ഞാൻ അതിന് അനുവാദം തന്നിട്ടില്ലായിരുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? അവളൊന്നും മോളുക മാത്രമേ ചെയ്തുള്ളൂ. അവളുടെ പ്രശ്നം അതൊന്നുമല്ലാന്ന് അവൾക്കല്ലേ അറിയൂ. ഇതിനോടകം അവന്റെ കയ്യിൽ നിന്ന് മുഖം അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചിരുന്നു അവൾ. കണ്ണുകൾ പൂട്ടി കവിൾ അവന്റെ ടീഷർട്ട് ബട്ടൺസിന്റെ തുറന്നിട്ട ഭാഗത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ രോമാവൃതമായ അവന്റെ മാറിൽ നിന്ന് ഉതിരുന്ന സുഗന്ധം അവൾ ആഞ്ഞു മണത്തു. മുഖം കൊണ്ട് മാറിലിരുമി ഇടയ്ക്കിടയ്ക്ക് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവിടെ ചെറുമുത്തം ചേർത്ത് വെക്കുന്നവളെ അവൻ മുഖം താഴ്ത്തിയെന്ന് നോക്കി. കരകവിഞ്ഞൊഴുകുന്ന പ്രണയമാണ് അവളിൽ. താൻ ചോദിക്കുന്നതിനൊക്കെയും ചെറുമുത്തം കൊണ്ട് മറുപടി നൽകിയാണ് തന്റെ പെണ്ണ്. അവനെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പൊട്ടിപ്പോവും പോലെ തോന്നി അവന്. അവള് വരിഞ്ഞു ചുറ്റി പൊട്ടിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ തോന്നിപ്പോയി അവന്. നില നില, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് മുകളിലേക്ക് മുഖമുയർത്തി അവൻ പറയുമ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ് നില. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞുപോയി. അതെന്താ? താഴെ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുക. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നാളെ പോയാൽ മതിയായിരുന്നു. അതെന്താ? ഇവിടെ ഉണ്ണീൻ്റെ എന്തെങ്കിലും പണിയുണ്ടോ ചെയ്യാൻ? അവരൊന്ന് ചിരിച്ചുപോയി. തോന്നിപ്പോയി പെണ്ണേ ഒരു പണി തരാൻ. അവളുടെ കാതോരം കുറുകിക്കൊണ്ടവൻ പറഞ്ഞു. ഉണ്ണിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. അവൾ പതിയെ പറഞ്ഞു. എൻ്റെ മൂഡ് ചേഞ്ച് ആക്കുന്ന കാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് പറയല്ലേ. ഞാനിപ്പോൾ വേറൊരു മൂഡിലാ. കാതോരം അവൻ പറയുമ്പോൾ നിലമുഖമുയർത്തി നോക്കി അവനെ. കണ്ണിൽ പ്രണയം നിറച്ചു വെച്ചൊരു നോട്ടം കൊടുത്തു അവൻ. അത്യാവശ്യ പറഞ്ഞോട്ടെ? വീണ്ടും ചോദിച്ചവൾ. അത്രക്ക് അത്യാവശ്യമാണോ? എന്നെ ദേഷ്യം പിടിപ്പിക്കുമോ? ഇല്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പണിഷ്മെന്റ് തരും. സമ്മതാണോ? ചെറു ചിരിയോട് അവിടെ ചുണ്ടിൽ നോക്കി കടിക്കുന്ന പോലെ ഒരു ആക്ഷൻ കാട്ടി അവൻ പറഞ്ഞു അവളോട്. വേണ്ട. എന്നാൽ ആ കാര്യം എനിക്ക് കേൾക്കേണ്ടതില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാ, എനിക്ക് തറവാട്ടിൽ പോകണം. അവന്റെ പിടിയിൽ നിന്ന് കുതിരക്കൊണ്ട് അവൾ പറയുമ്പോൾ തെല്ലൊരു അതിശയഭാവത്തിൽ തന്നെ മുഖമുയർത്തി നോക്കി ജാൻ. എനിക്ക് അമ്മയെ കാണണം. എന്തേ, അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? കാണാൻ തോന്നുക. നിന്നെ ഒറ്റക്ക് അവിടേക്ക് ഞാൻ വിടില്ലെന്നില്ല. മമ്മ പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് മമ്മയുടെ തീരുമാനമായിട്ട് നീ അതിനെ കാണണ്ട. ഈ ജാൻ പറയുന്ന മാത്രം നീ അനുസരിച്ചാൽ മതി. എനിക്ക് പോണം, അവൾ വാശിയോടെ പറഞ്ഞു. അവളുടെ കഴുത്തിലൊന്ന് കടിച്ച് നുണഞ്ഞു അവൻ. ഡു യു വാണ്ട് എ ഹിക്കി? എന്താ അത്? ഞെരങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. കാണിച്ചു തരട്ടെ? വേണ്ട, എന്തെങ്കിലും കുരുത്തക്കേടാവും, എനിക്ക് കാണണ്ട. കുതിരി മാറി തിരിഞ്ഞോടാൻ തുടങ്ങിയവളെ പുറകിലൂടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചവൻ. എല്ലാവരും കാണുന്നിടത്ത് വേണോ അതോ ആരും കാണാത്തിടത്ത് വേണോ? കാതുകളിൽ അവന്റെ നരത്ത സ്വരം, ഒപ്പം പുറം കഴുത്തിൽ ഇഴയുന്ന അവന്റെ ചുണ്ടുകൾ. വീടുണ്ണിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഇത് കഴിയട്ടെ. ചില പഴയ കണക്കുകൾ ബാക്കിയുണ്ടല്ലോ നില. പണിഷ്മെന്റ് അത് കൊടുക്കാനുള്ളതല്ലേ? അത് ഇങ്ങനെയല്ലേ പറയേണ്ടത്? പക അത് വീട്ടാനുള്ളതാ എന്നാ പറയേണ്ടത്? ഒന്നും അറിയില്ല ഈ സിഇഒക്ക്. ഡീഡി
ഞാൻ അന്നേ പറഞ്ഞ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറെ ഒത്തിരി ഉണ്ടെന്ന്. ഒരു ദിവസം ഈ സിഇഒയുമായിട്ടൊരു മീറ്റിംഗ് മോള് കുറിച്ച് വെച്ചോ, ഡേറ്റ് ഉടനെ കിട്ടും. ഇപ്പോ രാവിലെ ബാക്കി വെച്ച ആ പണിഷ്മെന്റ് നിനക്ക് ഞാനങ്ങ് തരാം. ഇല്ലേൽ ആവണി പിണങ്ങും. അവൾക്കുള്ള ഞാൻ കൊടുത്തതാണല്ലോ. പറഞ്ഞതും അവളെ തിരിച്ചെറുതി ചുമരിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നവൻ അവളുടെ ടോപ്പിന്റെ വലത്തെ ഷോൾഡറിൽ പിടിച്ചു താഴ്ത്തി തോളിൽ പല്ലുകൾ ആഴ്ത്താൻ വന്നവൻ ഒരു നിമിഷം മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് ഉയർന്ന ശ്വാസഗതിയോടുകൂടി തലയരിച്ച് നിൽക്കുകയാണവൾ. ഏറെ നേരം അങ്ങനെ നിന്നിട്ടും അവളിൽ നിന്നൊരു പ്രതികരണം ഇല്ലെന്നറിയെ മുഖമുയർത്തി നോക്കിയത് അവളുടെ ശ്വാസം വിലങ്ങിപ്പോയി. താഴ്ന്ന ടോപ്പിന് മുകളിൽ അല്പം മാത്രം വെളിവാകുന്ന അവളുടെ മാറിലേക്കാണ് ആ നോട്ടമെന്ന് കാണാൻ ഒന്ന് പിടഞ്ഞു പോയി അവൾ. വേണ്ടാട്ടോ, മാറിക്കേ പറഞ്ഞുകൊണ്ട് അവൾ കുതറിയതും ചുണ്ട് നനച്ചുകൊണ്ട് അവൻ അവിടേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പല്ലുകൾ ആഴ്ത്തിയിരുന്നു. നെഞ്ചിലും അടിവയറ്റിലും ഒരു കൊള്ളിയാൻ മിന്നിയ നിമിഷം അവൾ അവന്റെ ഇടുപ്പിൽ നഖങ്ങൾ ആഴ്ത്തി. ഉണ്ണിയേട്ടാ. അവളുടെ ശബ്ദം പോലെ രഹസ്യമായി അവന്റെ പേര് വിളിച്ചു പുലമ്പിയ നിമിഷം അവന്റെ പല്ലിന്റെ മുറുക്കം കുറഞ്ഞു വന്നതും നാവിന്റെ നനവ് അവിടെ പടരുന്നതും അവൾ അറിഞ്ഞു. അത്രമേൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയിൽ അവൾ പിടയുമ്പോൾ അവന്റെ ചുണ്ടുകൾ ഇരുകഴുത്തിലും മാറി മാറി അലഞ്ഞു തുടങ്ങിയിരുന്നു. ചുണ്ടിലെ മറുകിനെ കടിച്ചെടുത്ത ശേഷം അവളിൽ നിന്നും മുഖമുയർത്തി നോക്കിയവന്റെ ചുവപ്പ് രാശി പടർന്ന കണ്ണുകളിൽ തെളിഞ്ഞത് പെണ്ണിന്റെ ആലസ്യ ഭാവമായിരുന്നു. ഒന്ന് മൂളിക്കൊണ്ടവൻ അവളെ വലിച്ചടുപ്പിച്ചു വരിഞ്ഞു മുറുക്കിപ്പോയി. ഗിവ് മീ 2 days നില, നിന്നോടൊപ്പം ഞാനും കൂടി വരാം. എവിടെ? മുഖമുയർത്താതെ അവൾ ചോദിച്ചു. നിന്റെ തറവാട്ടില്. വേണ്ട. കുട്ടിക്ക് അപ്പോഴാണ് ബോധം വീണത്. വേണ്ടേ? നിന്റെ ഒപ്പം ഞാനുണ്ടാവും. മണ്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എ മീറ്റിംഗ് റിലേറ്റഡ് ടു ദി നെക്സ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. ആഫ്റ്റർ ദാറ്റ് ഐ ആം ഫ്രീ അൻറ്റിൽ ദി ഷൂട്ട് സ്റ്റാർട്ട്സ്. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആ പരിസരത്തേക്ക് കണ്ടുപോയിരുന്നത് കേട്ടല്ലോ. ഇനി എന്നെ ആരും അവിടെ പിടിച്ചു വിഴുങ്ങത്തൊന്നുമില്ല. ഞാൻ ആരാന്നറിയോ? ചെറിയൊരു അഹങ്കാരം പെണ്ണിന്റെ സ്വരത്തിൽ തിരിച്ചറിയെ അവന്റെ ചൊടികളൊന്ന് വിടുന്നു. ആരാ? ജയ് ശിവനാഥമേനോന്റെ പെണ്ണ്, ഈ ജാന്റെ പെണ്ണ്, എന്റെ ഉണ്ണിയേട്ടന്റെ മാത്രം നിലാവ്. അവളുടെ നീട്ടിൽ അമർത്തി മുത്തിയവൻ. അറിയാം, എന്റേതാവും മുമ്പ് നീ അനുഭവിച്ചൊക്കെ മറന്നേക്കുന്നില്ല. ഇപ്പൊ നീ എന്റേതായി കഴിഞ്ഞു. നിന്റെ നിഴൽ പോലും ആരിനി നോക്കില്ല. എനിക്കതെന്റെ നാവ് കൊണ്ട് അവിടെ വിളിച്ചു പറയണം. നിന്നെ ഈ ജാന്റെ പാതിയാക്കാൻ അവിടെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി നീ എൻ്റെ പെണ്ണാണെന്ന് വിളിച്ചു പറയുമ്പോഴുള്ള അവൻ്റെ ആ മുഖം അതെനിക്ക് കാണണം. ഈ ജാനെ കുറച്ച് നാൾ മുൾമുനയിൽ നിർത്തിയവനാ മുകുന്ദൻ. നീ എൻ്റെ ഉറക്കം കെടുത്തിയ രാത്രികളിൽ അവനും ഒപ്പമുണ്ടായിരുന്നു. അവൻ എനിക്കൊരു എതിരാളിയല്ല, പക്ഷെ അവൻ്റെ വേദന കാണാൻ വല്ലാത്തൊരു സുഖം. അവൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. ഞാൻ തൊടുമ്പോൾ നിന്റെ മുഖത്ത് വിരിയുന്ന ഈ ഭാവം ഉണ്ടല്ലോ, എന്നെ കൊല്ലുന്ന ഈ ഭാവം. ഒരേ ഒരു തവണ അവൻ കൂടി അന്ന് കാണുന്നില്ല. അവളുടെ കവിളിൽ കൈ ചേർത്ത് തള്ളവിരൽ കൊണ്ട് കവിളിൽ തഴുകിക്കൊണ്ട് അവൻ പറയുമ്പോൾ തെല്ലൊന്ന് അമ്പരന്ന് പോയി നില. സൈക്കോ ആണോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ആരെങ്കിലും മറ്റുള്ളവരെ കാണിക്കുമോ? ഇനി അതൊക്കെ കാണിക്കണമെങ്കിൽ തന്നെ മൂന്നേട്ടം നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വരും. അതൊന്നും നടക്കാനേ പോകുന്നില്ല. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തറവാട്ടിൽ പോയി നിൽക്കില്ല. ഉണ്ണിയേട്ടാ, അമ്മ എൻ്റെ ഒപ്പം ഒരിക്കലും വരില്ല. അതുകൊണ്ട് അമ്മയെ പോയി കണ്ട ശേഷം നമ്മൾ ഇവിടേക്ക് തന്നെ തിരികെ വരും. ഇനി എൻ്റെ നാട് ഇവിടെയാ, ഉണ്ണിയേട്ടന് ഉള്ളിടാം. എനിക്ക് ആ തറവാട്ടിലേക്ക് തിരികെ പോകണ്ട. പറഞ്ഞുകൊണ്ട് വീണ്ടും നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടുന്നവളെ ഒരു കുറുമ്പോടെ പിടിച്ച് മാറ്റി നിർത്തിയവൻ. വാവ്, എനിക്കിഷ്ടമായി. പക്ഷേ ഒരു കാര്യം മോള് കേട്ടോ, ചെവി തുറന്ന് വെച്ച് കേട്ടോ. എൻ്റെ നാടെന്ന് എനിക്ക് ഇഷ്ടമുള്ള അത്രയും എനിക്ക് നിന്റെ നാടും ഇഷ്ടമാണ്. ഞാൻ വളർന്ന വീട് നിന്റെയും നീ വളർന്ന വീട് എൻ്റേതുമാണ്. അപ്പം കാണേണ്ട എനിക്കും അതൊക്കെ. നിന്റെ തറവാട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഒന്ന് തൊട്ടാലോ കൂടെ കിടന്നാലോ എന്ന് കൊല്ലാൻ മുറവിളി കൂട്ടി വരുന്ന പ്രേതങ്ങളെ എനിക്കൊന്ന് കാണണമെന്നില്ല. അവരും കൂടി കാണട്ടെ ഈ ജാന്റെ സ്റ്റാമിന. നീലാംബരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആരാ ഇതൊക്കെ പറഞ്ഞ്? കാവ്യാണോ? അവൾ അതിനൊന്നും കേട്ടില്ലല്ലോ. കിരണേട്ടനാവാൻ വഴിയില്ലല്ലോ. ശിവനാഥ് സാറ്, അച്ഛമ്മ, ആരാ പറഞ്ഞേ? മൈ മാം. ചിരിയോടാവും പറഞ്ഞു. ശ്രീയമ്മയോ? ഇതൊക്കെ എപ്പോ എന്നൊരു ഭാവമുണ്ടായി അവളിൽ. ശ്രീ പാർവതിയും ജാന്റെ മമ്മയാന്നില്ല. എൻ്റെ മമ്മയെ പ്രേതത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടി പേടിപ്പിച്ചു. ബോൾഡായ ഡോക്ടർ ശ്രീ പാർവതി ശിവനാഥ് മേനോനൊന്ന് പതറെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മരുമകനായ എനിക്കില്ലേ? ഇല്ലേ മിസ് നീലാംബരി? അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് വലിച്ചു വിട്ടുണ്ടാവാൻ പറയുമ്പോൾ നില ഒന്നും മനസ്സിലാവാതെ അങ്ങനെ തന്നെ നിന്നുപോയി.
ഒരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് മമ്മ എപ്പോഴും പറയായിരുന്നു. എന്തിനാണെന്നറിയോ? പുലിക്കുട്ടിയെ പോലെ വളർത്താൻ. അല്ലെങ്കിൽ അതുപോലെ 2 മരുമക്കളെ വേണമെന്ന് പറയായിരുന്നു. എന്നിട്ട് കിട്ടിയത് ഒരു പൂച്ചക്കുട്ടിയെ. പക്ഷേ എൻ്റെ ഈ പൂച്ചക്കുട്ടിയെ ഞാനൊരു ലയണസ് ആക്കാൻ പോവുകയാ. നിന്റെ പുറകിൽ കിങ് ഓഫ് ലയൺ ആയിട്ട് ഞാനുള്ളപ്പോ നീ ഒരു ക്യൂൻ ഓഫ് ലയൺ കിങ് ആവണമെന്നില്ല. നമുക്ക് നിന്റെ തറവാട്ടിലെ തകർക്കാം. കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അനിമൽ പ്ലാനറ്റ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുക. പക്ഷേ എൻ്റെ കിങ് എറണാകുളത്ത് കിടന്ന് രാജാവ് വിളിച്ചോ, ട്രിവാൻഡ്രത്ത് കാലുത്ത ഞാൻ സമ്മതിക്കില്ല. എങ്ങാനും കുത്തിയാലേ ആ തറവാട്ടിലേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ. അല്ല, ചിലപ്പോൾ വരേണ്ടി വന്നാലോ? അഥവാ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളർന്ന വീടല്ലേ, ചുറ്റി നടന്ന് കണ്ടിട്ട് അപ്പം തന്നെ പൊക്കോണം. മനസ്സിലായല്ലോ? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും ലയണസാവും. കേട്ടല്ലോ? ഒരു കൈ ഇടുപ്പിൽ കുത്തി വിരൽ ചൂണ്ടി സംസാരിക്കുന്നവൾ നോക്കി അവൻ ചിരിച്ചുപോയി. നീല, ഓ ഗോഡ്, ഇങ്ങനെ ഒരു മണ്ടി പച്ചക്ക് പറഞ്ഞിരട്ടെ ഞാൻ. എന്ത്? അവനവളെ വലിച്ചടുപ്പിച്ചു. ആഫ്റ്റർ മാരേജ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എവിടെ വെച്ചാവുന്ന അറിയോ നിനക്ക്? ആ ചോദ്യത്തിൽ അവളൊന്ന് പതിരെങ്കിലും നാണത്തോടെ ഇല്ല എന്ന് മൂളി. അടുത്ത നിമിഷം തന്നെ അവളോട് കൂടുതൽ ചേർന്നു അവൻ. കാതുകളിലേക്ക് മുഖം താഴ്ത്തി ഒന്ന് മുഖം ചേരിച്ച് അവളെ നോക്കി. ഏയ്, ലുക്ക് അറ്റ് മീ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കട്ടിലിൽ, ആ ജനലിനോട് ചേർന്നു ഇടിയും മഴയുമുള്ളൊരു രാത്രി, നിന്റെ ബെഡിനോട് ചേർന്നുള്ള ആ ജനൽ ഞാൻ തുറന്നിടും. നീലാംബരി ചെടിയുടെ ദേഹത്ത് പടർന്നു കയറിയ മുല്ലച്ചെടി എനിക്ക് കാണണം. ബെഡിലേക്ക് വീഴുന്ന നീലാംബരി പൂവിനെയും മുല്ലപ്പൂവിനെയും ഒപ്പം നിന്നെയും എനിക്ക് മണത്ത് നോക്കണം. കൂടുതൽ മണമാർക്കാണോ അവളെ ഞാൻ സ്വന്തമാക്കും, എല്ലാ അർത്ഥത്തിലും. അന്ന് നിന്റെ റൂമിലിരുന്ന ഫോണിലൂടെ നീ ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അത്രയ്ക്ക് കൊതിച്ചു പോയി അവിടെ വന്ന് നിന്റെ ഒപ്പം കിടക്കാൻ. ബാക്കി ഇപ്പോൾ പറയണോ അതൊന്ന് കാണിച്ചെന്നാ മതിയോ? ശ്വാസം പിടിച്ചു വെച്ച് ഉമിനീരിറക്കിപ്പോയി നില. നെഞ്ചിൽ കൈവച്ചൊന്ന് നിശ്വസിച്ചുകൊണ്ട് പതർച്ച മറച്ചു വെച്ച് സംസാരിച്ചു അവൾ. വല്ലാത്ത ഭ്രാന്ത് തന്നെ. കണ്ട അന്ന് മുതൽ എനിക്ക് മനസ്സിലായതാ കോട്ടും സൂട്ടിട്ട് നിന്നിട്ട് അതിന് ചേരാത്ത വർത്താനം വായിന്ന് വീഴുന്നേന്ന്. പക്ഷെ മനസ്സിലിരിപ്പം ശരിയല്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ദൈവമേ, എൻ്റെ ഒരു വിധി. മതി, കുറെ നീ വല്ലാതെ അങ്ങ് വാരുന്നുണ്ടെന്നെ. കണ്ടന്ന് മുതൽ ഞാനും കേട്ടതാ എന്നെ പുകഴ്ത്തിയുള്ള നിന്റെ സംസാരം. അപ്പോ ഇനി ഒരിക്കൽ കൂടി ഒരു ടോക്കില്ലെന്നില്ല. മൺഡേ കഴിഞ്ഞാൽ തറവാട്ടിൽ പോകാൻ തയ്യാറായിക്കും നീ? അതെ, എനിക്കതാ പറയാനുള്ളത്. മൺഡേ കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് പോവുകയെന്ന് ചെയ്യും. പക്ഷേ ഈ നിൽക്കുന്ന സിമ കൂട്ടില്ലാതെ എനിക്ക് അതിജീവനം സാധ്യമാവുമെന്ന് നോക്കട്ടെ ഞാൻ. മാറിക്ക് നമുക്ക് പോകാം, വാ. അവനെ തള്ളി മാറ്റി 2 അടി മുന്നേ നടന്നവൾ. നില, അവന്റെ വിളിയിൽ പതരാതെ തിരിഞ്ഞു നോക്കിയവൾ. വിളിക്കണ്ട, ഈ ജാന്റെ മുന്നിൽ എൻ്റെ വാക്കിന് വിലയുണ്ടോന്ന് എനിക്കും അറിയണം. എൻ്റെ ഒരു വാശിയായിട്ട് കൂട്ടിക്കോ. സമ്മതിച്ചില്ലെങ്കിൽ നോക്കിക്കോ ഞാൻ. സമ്മതിച്ചില്ലെങ്കിൽ നീ എന്താടി ചെയ്യാൻ പോകുന്നേ? നീ പറഞ്ഞിട്ട് പോയാ മതി. അവളുടെ അടുത്തേക്ക് അവിടെ ഇരുകൈകളും പുറകിലേക്ക് ലോക്കി തന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു അവൻ. അയ്യോ, വീട്ടുണ്ണിയേട്ടാ, വേദനിക്കുന്നു. പറ, ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ചെറുനോവിൽ പിടയുന്ന പെണ്ണിനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ കൈയുടെ മുറുക്കം കുറച്ചുകൂടി കൂട്ടിയവൻ. സമ്മതിപ്പിക്കും. വേദനിക്കുന്നു. എങ്ങനെ? പിടിവിട്ട് കാണിച്ചു തരാം. അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പിടിവിട്ട് നീ എവിടെ ഓടാനാ? എന്റെ കാറ് വരെ. മമ്മയുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല. കാറിനുള്ളിലിട്ട് നിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഡോണ്ട് പ്ലേ വിത്ത് മീ നില. ഇല്ല, ഓടില്ല, സത്യം. അവനോട് പിടിവിട്ട് പുറകിൽ കൈകെട്ടി നിന്നു. അവൾ അവൻ്റെ അടുത്ത് പോയി നിന്നു. അവളുടെ അടുത്ത് നീക്കി എന്തെന്നറിയാനായി അവൻ അവൾ അടിമുടി നോക്കി കാത്തു നിന്നു. പെട്ടെന്ന് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, ഒന്ന് പോയിക്കോട്ടെ. സമ്മതിക്കും ഉണ്ണിയേട്ടാ, പ്ലീസ്. ഞാൻ ഒന്നും ഒപ്പിക്കില്ല, സത്യം. ഞാൻ നല്ല കുട്ടിയായിട്ട് അവിടെ നിന്നോളാന്നേ. എന്തുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞോളാം. പ്ലീസ്. എൻ്റെ മുത്തല്ലേ, ചക്കുരല്ലേ, എൻ്റെ മാവൂസല്ലേ, പ്ലീസ്, എൻ്റെ പൊന്നല്ലേ. അവൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി. എങ്ങനെയാണ് നീ എന്നെ സമ്മതിപ്പിക്കുന്നത്? ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഉറപ്പില്ല നില. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം അന്ന് വലിയ വായിൽ പറഞ്ഞതോ ആരെയും പേടിക്കേണ്ട കാര്യമില്ലാന്നും അമ്മയും കൊണ്ട് ഒളിച്ചോടാ തലയുർത്തി പിടിച്ച് നിൽക്കണം എന്നൊക്കെ? അതിപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയൂ. അന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് നിന്നോട്. എന്നോട് ചോദിക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കരുതെന്ന്. നീ ഇതുപോലൊരു ആവശ്യം പറഞ്ഞു വന്നാ നിന്റെ ഒപ്പം ഞാനുണ്ടാവുമെന്ന് അന്നേ ഞാൻ കരുതിയതാ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നെഞ്ചും വിരിച്ച് അവൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഞാൻ നിന്നോട് പറയില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഉണ്ണിയേട്ടോ. അവൾ ശരി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്ന് ആലോചിക്കട്ടെ.
ഐ വിൽ ടെൽ യു ഓൺ മൺഡേ. നീ വാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കുറെ കാശ് നമുക്ക് കിട്ടിയാൽ പുളിക്കോ? ലാവണ്യ പറഞ്ഞതും അവളെ തുറിച്ചു നോയിക്കൊണ്ട് ചോദ്യഭാഗത്തിൽ അവനൊന്ന് മൂളി. അല്ല, മുകുന്ദേട്ടന് കിട്ടിയാലെന്താന്ന് ഞാൻ ഉദ്ദേശിച്ച്. ലക്ഷങ്ങള്. ഇന്നലെ തറവാട്ടിൽ പോകാനിരുന്ന എല്ലാവരും കൂടി പോയില്ലല്ലോ. എറണാകുളത്ത് പോയി അവരെ കണ്ട് സംസാരിച്ച ശേഷം അഡ്വാൻസ് തുകയും വാങ്ങി തറവാട്ടിൽ പോകാനിരിക്കുക. മൂന്നിനൊന്നും മിണ്ടിയില്ല. ലാവണി അവൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നെടുത്തു. തോളിലായി പതിയെ കൈവച്ചു. എന്തൊന്നും പറയാത്ത? പെട്ടെന്ന് തീരുമാനിക്കും മുകുന്ദേട്ടാ. എല്ലാവരും ഇപ്പോൾ പുറപ്പെടും. ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കാൻ മൂന്നും വല്ലാത്തൊരു ചിന്തയിലായിരുന്നു. കയ്യിൽ വന്ന് ചേരാൻ പോകുന്ന പണത്തേക്കാൾ മൂല്യമുള്ളത് മറ്റൊന്നുണ്ട് അവിടെ, നീലാംബരി. അവളുടെ അവിടുത്തെ ചുറ്റുപാടൊന്നും കണ്ടുവെക്കണമെന്ന് പണ്ടേ കരുതിയതാ. 3-4 മാസം കൊണ്ട് എന്ത് കോപ്പ് വരാനാണെന്ന് കരുതി ഉഴപ്പിവിട്ട് തന്നെയാണ് പെണ്ണ് കയ്യിൽ നിന്ന് പോയത്. പണത്തിന്റെ പുറകെ ഓടിയവർ അവളെ മറന്നുവിട്ടാണ്. ഇതിനിടയിൽ എല്ലാവരും ചേർന്ന് തറവാട് വിൽക്കാൻ പുതിയ പദ്ധതി കണ്ടുപിടിക്കുകയും ചെയ്തു. നീലാംബരിയിൽ നിന്നും സരോജിനിയിൽ എത്തി നിൽക്കുന്ന പുതിയ പദ്ധതി. ആ കിളവിയുടെ അസുഖം തിരിച്ചറിയുമ്പോൾ ആ പേരിലെല്ലാം വിറ്റുതലക്കും. ക്യാൻസർ ആവാൻ പ്രാർത്ഥിക്കുന്ന മകനും മരുമകളും. പക്ഷെ എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഈ കൈ കൊണ്ട് ഞെരിച്ചുടയ്ക്കാനുള്ളതല്ലേ. മനസ്സിലായി ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ദേഹത്ത് ഒട്ടി നിൽക്കുന്ന ലാവണ്യെ. മൂന്നല്ല ലാവണ്യെ നോക്കി അലറി. എങ്ങോട്ടാണ് ഈ പറഞ്ഞു നീ കേറി വരുന്നത്? ഭാര്യ ചമയാൻ നോക്കിയ കൊന്നളി നിന്നെയാൻ. എന്റെ തന്തയുണ്ടാക്കുന്ന പണം എനിക്കുള്ളതാ, അതിൽ നീ ഒട്ടണ്ട. അവളുടെ ഒരു ഉപദേശം. മോഹനൻ ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങി. അച്ഛാ, ഈ വറ്റകളെല്ലാത്തിനും കെട്ടിയെടുക്കുന്നെന്തിനാ? നമുക്ക് മൂന്നാകും പോവാം. ഞാൻ അളിയനോട് പറഞ്ഞാടാ. അപ്പൊ നിന്റെ തള്ളയിങ്ങരും കൂടി പറയുവാ ലാവണി നിന്റെ ഭാഗ്യാണ് പോലും. അവള് നീ കെട്ടിയതിന്റെ ഐശ്വര്യം കൊണ്ടാ ഇപ്പൊ വന്നു കയറിയ ഭാഗ്യെന്ന്. അതുകൊണ്ടാ അവളെയും കൂടി എറണാകുളത്തേക്ക് കെട്ടിയെടുക്കുന്നത്. പിന്നെ മായ മാത്രം ഇവിടെ ഒറ്റക്ക് എന്തുണ്ടാക്കാനാ? എല്ലാവരും കൂടി പോയേച്ചും വരാം. സ്വന്തം മക്കളെ പോലും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് കുലുങ്ങി ചിരിച്ചു ദത്തൻ. നീ ചിരിക്കണ്ട ദത്താ, അത് കൽപ്പന പറഞ്ഞ് ശരിയാ. ആ പിഴച്ചവള് പോയ പിന്നെയാ ഒരു സമാധാനം ഉണ്ടായത്. അവള് പോയപ്പോ പോലും യുദ്ധമായിരുന്നില്ലേ? യുദ്ധം. ആ ചെക്കന്റെ തോക്കിന്റെ മുമ്പിൽ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഈ പണം ഒന്ന് കിട്ടിക്കോട്ടെ, അവളെ ഞാൻ തറവാട്ടിൽ തിരികെ എത്തിക്കും. നീ നോയിക്കോ. ശശിധരന്റെ മുഖം വികൃതമായിക്കൊണ്ടൊരു പക മിന്നി പറയുമ്പോൾ അതിന്റെ പ്രതിഫലനം മുകുന്ദനും ഉണ്ടായി. ഓ, എങ്ങനെ എത്തിക്കാനാ? നിങ്ങളാരും ഇനി അതിന് മെനക്കെടണ്ട. എനിക്കറിയാം അവളെ എത്തിക്കേണ്ട പോലെ എത്തിക്കാൻ. ഞാനുണ്ട് എറണാകുളത്തേക്ക്. എനിക്ക് കാണേണ്ട അവളെയാ, ആ നീലാംബരിയെ. ഒന്ന് അടങ്ങ് മുകുന്ദ. ആദ്യം പണം കൈ കിട്ടട്ടെ, എന്നിട്ട് അവളെയും പോയി കാണാം. അവള് ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. പക്ഷേ അവിടെ നമ്മൾ സൂക്ഷിക്കണം. മറ്റവനവിടെ കാണും. നിന്റെ ചാട്ടൊന്നും അവിടെ നടക്കില്ല. ഒരു നയത്തിന് വേണം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. അവള് വന്നില്ലെങ്കിൽ വലിച്ചെഴുക്കാനും നിൽക്കരുത് നീ. അവളെ വരുത്തിക്കാനുള്ള വഴി ഞാനും ദത്തിനും വേറെ കണ്ടുവച്ചിട്ടുണ്ട്. അല്ലേ ദത്ത? ഭദ്ര. ശശിധര ഉറക്കി ചിരിച്ചപ്പോൾ ദത്തിന് ഒപ്പം കൂടി. ഇതിനേക്കാൾ സന്തോഷം ഇനി വേറെന്താണ് ദത്തിന്? എന്റെ അഭിപ്രായത്തിൽ ആ വഴി തന്നെയാ നല്ലത്. പിന്നെ ഇവന്റെ ആഗ്രഹം കണക്കിലെടുത്ത് വേണേ അവളെ പോയി ഒന്ന് കണ്ടു കളയാം. നമ്മളങ്ങനെ പേടിച്ചു പറിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് അറിയട്ടെ അവള്. മുകുന്ദന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അടിവയറ്റിലെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കഴിവ് കെട്ടവനല്ലെന്ന് പരീക്ഷിച്ച് തന്നെ ചതിക്കാൻ കൂട്ടുനിന്നവൾ തന്നെയാണ്. നീലാംബരി ഇരിക്കട്ടെ, അവളങ്ങനെ സമാധാനത്തോടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ആ സമാധാനം കിട്ടാതെ ചാവ് കാത്തിരിക്കേണ്ടവളാ അവള്. ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച മറ്റവനെങ്ങാനും ഇനി എൻ്റെ മുമ്പിൽ വന്നാ കുത്തിക്കോടലി ഞാൻ പുറത്തെടുക്കും. കൂടിപ്പോയ ജയിലിൽ പോകണം. അത് ഞാനങ്ങ് പോകും. മുകുന്ദന്റെ മുഖത്തെ വന്യത ഒരു വേള ശശിധരനിലും ദത്തനിലും ഒരുപോലെ ഭീതി പരത്തി. നമ്മുടെ അച്ഛനുൾപ്പെടെ നിന്റെ കെട്ടിയവന് നീലാംബരിയെ കാണാനുള്ള അവസരം ഒരുക്കിയ കൊള്ളാല്ലേ? നിനക്കിതൊന്നും കിട്ടിയാൽ പോരാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മുകുന്ദൻ അവളുടെ തലയിൽ തന്നെ കെട്ടിവെച്ച് നീ ഒഴിയാൻ നോക്കിലാവണി. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നശിക്കും. എന്നെ വരെ നശിപ്പിച്ചാനാവൻ. എന്നിട്ടും നിനക്ക് ഇവനോട് ഇപ്പോഴും പ്രേമാണോ? മായ ഇത്ര പറഞ്ഞിട്ടും ലാവണ്യ മുഖം കുനിച്ചെന്നല്ലാതെ ഒരു അക്ഷരം മിണ്ടിയില്ല. മുകുന്ദൻ അങ്ങനെ വിട്ടുകളയാൻ തോന്നാത്ത പോലെ ഇപ്പൊ കുറച്ച് കൂടുതലാണ്. തന്റെ കയ്യിലല്ലെങ്കിൽ പോലും കുടുംബത്ത് വന്നു ചേരാൻ പോകുന്ന ലക്ഷങ്ങളാണ്. വീട് എന്നൊരു സ്വപ്നം പൂർത്തിയായാൽ ആ നിമിഷം താനും മുകുന്ദേട്ടനും അപ്പച്ചിയും മാമനും അവിടേക്ക് മാറും. അപ്പച്ചിയും മാമനെ ഇനി എത്ര കാലമെന്ന് വെച്ചാ മാമനെ ആ വലിയ നമ്പൂതിരി തട്ടും. പിന്നെ അപ്പച്ചി അതൊരു മൂല കിടന്നോളൂ. എന്നാലും പുതിയ വീടിന്റെ റാണി താൻ തന്നെയാണ്. മുകുന്ദേട്ടൻ തന്നെയുള്ള വെറുപ്പൊക്കെ പതിയെ പതിയെ മാറും. പെട്ടെന്നാണ് ഒരു ബൊലെറോ മുറ്റത്ത് വന്ന് നിന്ന്. ബാബുവിന്റെ വണ്ടി വിളിച്ചിട്ടുണ്ട്, അവനിപ്പോ എത്തും. വന്നല്ലോ, എല്ലാവരും ഇറങ്ങിക്കോ. ബാബു വന്നു. പറഞ്ഞ പോലെ ഒരു സ്ഥിതിക്ക് അധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും. ഇനി അവിടെ ചെന്നിട്ട് ചുമ്മാ കണവണ പറയുന്നത്. കൽപ്പനം തേടി. വണ്ടി കണ്ടതും ശശിധരന് വെപ്രാളമായി. അകത്തേക്ക് വിളിച്ചൂവി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയാൽ ഒരു ചുവന്ന പട്ട് സാരി ഉറ്റി മുഖത്ത് നിറയെ പൗഡറും പൂശി കൈവിരൽ കൊണ്ട് കണ്ണുകൾ നീട്ടി വരച്ച് സുന്ദരി ഒരു ഷോർപ്പണകയെ പോലെ കൽപ്പന വരുമ്പോൾ ഇത് കടിക്കൂ എന്നൊരു ഭാവമായിരുന്നു ബാബുവിന്റെ മുഖത്ത്.
ആ സഞ്ചിയിലെന്താടി? ശശിധരൻ സംശയത്തോടെ ചോദിക്കുമ്പോഴാണ് എല്ലാവരും കൽപ്പനയുടെ കക്ഷത്തിൽ ചുരുട്ടി വെച്ചിട്ടുള്ള സഞ്ചി കാണുന്നത്. പതിയെ പറ ശശിയേട്ടാ, ആ ബാബു കേൾക്കണ്ട. പണം അവിടുന്ന് കിട്ടുന്ന പണം ഇട്ടുകൊണ്ട് വരാനാ. ഞാൻ റേഷൻ കടയിൽ കൊണ്ടുപോകാനുള്ള ബലമുള്ള സഞ്ചിയ. ഇതിനേക്കാൾ വലുത് അടുക്കളയിൽ വേറെ ഇല്ല. ദത്താ, ഇതിനെവിടെ കളഞ്ഞിട്ട് പോകുന്ന നല്ലത് അല്ലേ? ആ പറമ്പിലെങ്ങാനും കുഴിച്ചു താഴ്ത്തി വെക്കാളിയാ. അത് വേണ്ട ദത്താ, ചിലപ്പോ കിളിർത്ത് വരും. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ആ വണ്ടിയിലേക്ക് കയറി. അതെ, നടക്കാനുള്ളൊന്നും അറിയാതെ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.